ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ ഒരു യുവാവ് സ്വപ്നത്തിൽ താനും ദൈവവും ഒരു കടൽ തീരത്തുകൂടെ നടന്നു പോകുന്നത് ദർശിച്ചു. അവിടെ 4 കാൽപാദങ്ങൾ കാണാമായിരുന്നു. ഒന്ന് തൻ്റേതും മറ്റേത് ദൈവത്തിൻ്റേതും. അല്പം ദൂരമെത്തിയപ്പോൾ ഒരാളുടെ കാൽപാദങ്ങളെ കാണാനുള്ളൂ. ആ സ്ഥലം തൻ്റെ ജീവിതത്തിലെ ഒരു പ്രയാസഘട്ടമായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അദ്ദേഹം ദൈവത്തോട് പരിഭവം പറഞ്ഞു. എങ്കിലും ദൈവമേ, ആ പ്രയാസഘട്ടത്തിൽ എന്നെ തനിച്ചാക്കി എവിടെ പോയി? എൻ്റെ കാൽപാദങ്ങൾ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. ദൈവം മറുപടി പറഞ്ഞു, കുഞ്ഞെ, ആ കാണുന്ന ഒരാളുടെ കാൽപാദങ്ങൾ അവ എൻ്റേതാണ്. ആ സമയത്ത് ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ വഹിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ നാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എരുതിയിൽ വീണാലും അവിടെ നീ ഏകനല്ല. നാം കാണുന്നില്ലെങ്കിലും ആ കരങ്ങൾ നമ്മെ വഹിക്കുന്നുണ്ട്. പേർഷ്യൻ രാജാവിൻ്റെ രാജ്ഞിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എസ്തേർ. രാജാവിൻ്റെ അധിക സ്നേഹം ലഭിക്കുവാൻ അവളുടെ മേൽ ദൈവകൃപ ചൊരിഞ്ഞു. രാജാവിന് അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടി. നിർണായക നിമിഷത്തിൽ തൻ്റെ വായി തുറക്കുവാൻ എസ്തേറിന് ദൈവം ശക്തി കൊടുത്തു. അവളെയും അവളുടെ ഗൃഹത്തെയും രാജ്യത്തെയും തകർക്കുവാൻ പദ്ധതിയിട്ട ഹാമാൻ്റെ പ്രവൃത്തികളെ വിവേചിച്ച് ബുദ്ധിയോടെ മറികടക്കുവാൻ അവൾക്ക് ജ്ഞാനം ലഭിച്ചു. തൻ്റെ വളർത്തപ്പനായ മൊർദെഖായിയെ തൂക്കുവാൻ കൗശലപൂർവം ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ അവൻ തന്നെ അവസാനം കുടുങ്ങി. നിന്റെ ജീവിതത്തിലും ദൈവത്തിന് ചില വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷവും നിന്റെ ജീവിതത്തിലില്ല. നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവം നിനക്കായി പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ കാൽപാദം പതിയാത്ത ഒരു വേളയും നിന്റെ ജീവിതത്തിലില്ല. നമുക്ക് വേണ്ടത് വിശ്വാസത്തിൻ്റെ കണ്ണുകളാണ്. കണ്ണുകൾ ഉയർത്തി നോക്കൂ, ദൈവം നിന്റെ അരികിലുണ്ട്. സഫന്യാവ് 3:17. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.